ഹായ് ഫ്രണ്ട്സ്, ഷാജി അതിനെക്കുറിച്ചിട്ട് ആ ഒരു ടോപ്പിക്ക് ഇനി ഒരു വീഡിയോ ചെയ്യരുത് എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് വരുന്ന കമൻസ്, അതുപോലെ തന്നെ ഷാജിദ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ഇന്നലെ കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ അത് പലരും കണ്ടിട്ടുണ്ടാവും. അതിൽ എന്താ പറയുക, ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാളെ പറയുമ്പോൾ അത് നമ്മളുമായി ബന്ധപ്പെട്ട ആളെ പറയുക, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ പറയാം. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ആളുകളെ, ആരൊക്കെ ഉണ്ട്, ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ, ഇനി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരായിക്കോട്ടെ, മൊത്തം ആളുകളെയും അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള ഓരോ കാര്യങ്ങളാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എനിക്ക് വന്നൊരു കമൻസ്, ഞാൻ കഴിഞ്ഞ ദിവസം ഷാജിദയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആ ഷാജിദക്ക് അവിഹിത ഗർഭമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നാത്തൂൻ്റെ ഒരു വോയിസില്ല, അതിനെതിരെ ഞാൻ എതിരെ എന്നല്ല, അതിനൊരു റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഒരിക്കലും ഷാജിദയോ അതുപോലെ തന്നെ ഈ ഒരു നാത്തൂനെയോ സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്നില്ല. ഈ ഒരു പ്രശ്നത്തിനുള്ളൊരു കാരണം, അല്ലെങ്കിൽ ഇതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, ആർക്കാണോ കയ്യിൽ തെളിവുള്ളത് അവരത് കാണിച്ചു കഴിഞ്ഞാൽ, ഈ ഷാജിദയെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, വെറുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മനസ്സിൽ ഒരിക്കലെങ്കിലും ഇവരെക്കുറിച്ചിട്ടൊരു നെഗറ്റീവായിട്ടുള്ളൊരു തോട്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഷാജിദക്ക് തെളിയിക്കേണ്ടത് അവരുടെ ഒരു ഉത്തരവാദിത്തം തന്നെയാണ് അല്ലേ. നമ്മളെ വിശ്വസിച്ച് നമ്മളെ ചാനലിലേക്ക് ഒരാൾ വരുമ്പോൾ അവരോട് സത്യസന്ധത കാണിക്കേണ്ടത് നമ്മുടെ ഒരു കടമ തന്നെയാണ്. അപ്പോൾ ഷാജിദയുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ അത് കാണിക്കുക. ഈ 4 മാസം ഷാജിദ എവിടെയായിരുന്നു, വീഡിയോസ് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് ഷാജിദ കാണിക്കുക. അതുപോലെ തന്നെ ഈ ഒരു നാത്തൂന് ഇങ്ങനെ ഒരു വോയിസ് ക്ലിപ്പ് ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും ഇവരുടെ നാത്തൂൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ആ ഒരു പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അത് മാത്രമുള്ളൂ. അത് പറഞ്ഞിട്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് എനിക്ക് വന്ന കമൻറ്റ്, നിങ്ങൾ ഷാജിദയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടല്ലേ ഇങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത്. ഈ ഷാജിദ എന്ന് പറയുന്ന ആളെ എനിക്ക് പേഴ്സണലായിട്ട് അറിയേയില്ല, അവരെ പോലെ തന്നെ നാത്തൂനെയും അറിയില്ല. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കാരണം നമ്മൾ റിയാക്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. കുറേ കമൻറ്റ് വന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു, അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു പറയുന്നു ഒക്കെ ഉണ്ട്. ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടില്ല. നമ്മുടെ കണ്ണിൽ കാണുന്നത് എന്താണോ ഒരു റിയാക്ഷൻ എന്ന രീതിയിൽ അത് വീഡിയോ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവർ ഇന്നലെ ചെയ്തൊരു ഇൻ്റർവ്യൂവിൽ സത്യം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർ ഇന്നലെ ചെയ്തൊരു ഇൻ്റർവ്യൂവിൽ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് എല്ലാം കണ്ടൻറ്റാണ്. അവർ പറഞ്ഞ ഓരോ കാര്യങ്ങളും അവർക്കുള്ള കണ്ടൻറ്റ് തന്നെയാണ് ഇന്നലത്തെ ആ ഒരു വീഡിയോയിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന ഓരോ കാര്യങ്ങളും, അവർ വായന്ന് വരുന്ന ഓരോ കാര്യങ്ങളും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കുള്ള കണ്ടൻറ്റാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അതിലൊരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ മുന്നത്തെ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, ഇപ്പോഴത്തെ എല്ലാ ആൺകുട്ടികൾക്കും എന്താ പറയുക, ആൻറ്റിമാരോടാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം പറയുക, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിൻ്റെ കാര്യം പറയുക. എല്ലാവരെയും അതിൽ ഉൾപ്പെടുത്തേണ്ട. എല്ലാ ബോയ്സും അങ്ങനെയൊന്നുമല്ല. എല്ലാ ബോയ്സും ഇപ്പോൾ ആൻറ്റിമാരെയാണ് കല്യാണം കഴിച്ചിട്ട് ജീവിക്കുന്നത്. അങ്ങനെ നമ്മൾ എന്താ പറയുക, ഒരു കാര്യം പറയുമ്പോൾ അത് നിങ്ങളുടെ കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കാര്യം മാത്രം പറയുക. എല്ലാവരെയും അതിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത് തന്നെ ഷാജിദക്ക് ഒരുപാട് ട്രോളും കാര്യങ്ങൾ അതിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതന്നെ അവർ സ്വയം വരുത്തി വെച്ചൊരു വിനയാണ്. പിന്നെ അവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കസിൻസും അവരൊക്കെ സംസാരിക്കുമ്പോൾ, അവരുടെ കസിൻസൊക്കെ കൂടി സംസാരിക്കുമ്പോൾ കസിൻസ് തന്നെ പറയാറുണ്ട് അത്ര, ഞാനൊക്കെ കല്യാണം കഴിക്കുമ്പോൾ ആൻറ്റിമാരെയാണ് കല്യാണം കഴിക്കാമെന്ന്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക അവരുടെ ചിന്താഗതി ഏതൊരു ലെവലിലേക്കാണ്, വളരെ മോശമായിട്ടുള്ളൊരു രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. അതായത് ആൻറ്റിമാരെയെന്ന് ഉദ്ദേശിക്കുന്നത് അവർ, അപ്പോൾ എന്താണ് അവരുടെ ഒരു ചിന്താഗതി എന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത്രയും മോശമായിട്ടുള്ള ഒരു രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. പിന്നെ ഇപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിൽ അവരോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ നിക്കാഹ് കഴിച്ചതിൻ്റെ കാര്യം, അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായത്. പക്ഷേ അവർ നിക്കാഹ് കഴിച്ചതിലൊന്നും ആളുകൾക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. അവർ നിക്കാഹ് കഴിച്ചോട്ടെ, ജീവിച്ചോട്ടെ. അവർ പറയുന്ന ഒരു കാര്യം മാത്രം അതിൽ പോയിൻ്റാണ്. നമ്മളിപ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചു, ഇത്രയും കാലം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ജീവിച്ചു. ഇനി അവർക്കൊരു കുടുംബജീവിതമായി കഴിഞ്ഞാൽ അവരുടെ ലൈഫ് നോക്കി പോകും. അപ്പോൾ നമ്മൾ ഒറ്റക്കാവും. അന്ന് നമുക്കൊരു പക്ഷേ തോന്നും, എനിക്കും അന്നേ ഒരു കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു എന്ന്. ഷാജിദക്ക് ഇപ്പോൾ ഒരു 32 വയസ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വല്ലാണ്ടുള്ള ഏജൊന്നുമല്ല, ചെറുപ്പം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വയസ്സിൽ വേറൊരു കല്യാണം കഴിച്ചത് ഒരിക്കലും തെറ്റല്ല. പക്ഷേ അതിനെ നിങ്ങൾ ന്യായീകരിക്കുന്നതാണ് തെറ്റ്. നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെങ്ങനെയും ന്യായീകരിച്ചിട്ട് അത് വലിയൊരു തെറ്റിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തു വെക്കുന്നത്. നിങ്ങൾ ആദ്യം പറഞ്ഞിട്ടായിരുന്നു നിക്കാഹ് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. പിന്നീട് പറയുന്നു നിക്കാഹ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ ഒരു പള്ളിയിൽ വെച്ചിട്ട് ഇവർ നിക്കാഹ് കഴിച്ചിട്ടില്ല എന്നുള്ള രീതിയിലുള്ള സംസാരമാണ് കേൾക്കുന്നത്. ഇവരുടെ പള്ളിയിൽ വെച്ചിട്ട് കഴിച്ചിട്ടില്ല, അതുപോലെ തന്നെ ആ പയ്യൻ്റെ പള്ളിയിൽ വെച്ച് കഴിച്ചിട്ടില്ല, പിന്നെ എവിടെയോ വെച്ചിട്ട് ചെയ്ത് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അതിനൊരു പ്രൂഫും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ എല്ലാ തെളിവും അവരുടെ കയ്യിലുണ്ട് എന്നും അവർ എടുത്തെടുത്ത് പറയുന്നുണ്ട്. പക്ഷെ ഒരു തെളിവ് നമുക്ക് മുന്നിൽ ആരും കാണിച്ചു തന്നിട്ടില്ല. പിന്നെ ഇതിലെനിക്ക് ഏറ്റവും വിഷമമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാജിദ ഈ ഒരു ഇൻ്റർവ്യൂവിൽ കൊടുത്തത് പല കാര്യങ്ങൾ അവർ വിളിച്ച് പറയുന്നുണ്ട്. ഫാമിലി മാറ്റർ ആയാലും എന്തായാലും വിളിച്ച് പറയുന്നുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും വിഷമമായിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലുള്ള ആളുകളാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പറയുമ്പോൾ ചിലപ്പോൾ അത് അത്ര ഫീൽ ചെയ്തെന്ന് വരില്ല. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ ഇല്ലാതെ ഒതുങ്ങി കൂടി നിൽക്കുന്ന ഒരു കുട്ടിയെ കൂടി ഇതിലേക്ക് വലിച്ചിട്ടു. അത് വളരെ വിഷമം തോന്നിയൊരു കാര്യമുണ്ട്. അത് അവർ പറയുന്ന ഒരു വോയിസ് തന്നെ കേൾക്കാം. ഇവളുടെ മകള് ഇപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞതിന് മുന്നൊന്നും ഒരാളുടെ കൂടെ പോവുക ഇതാക്കുക കറങ്ങാനോ നിന്നിട്ടില്ല. പക്ഷെ ഇവളുടെ മകള് കല്യാണം കഴിഞ്ഞതിന് മുന്നേ
ഇവൾക്ക് എന്നോട് പ്രഷർ കൂടാൻ കാരണം ഇതാണ്. മെയിൻ അവളുടെ മകളുടെ കാര്യമാണ്. അവളുടെ മകൾ ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. സ്നേഹിച്ച് ചെക്കനായിട്ട് കെട്ടിച്ചു കൊടുക്കാണ്ട് അവർ തമ്മിൽ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടു. നമ്മുടെ നാട്ടിലുള്ള ചെക്കൻ തന്നെയാണ്. ഇൻസ്റ്റഗ്രാമിൽ വഴി പരിചയപ്പെട്ടു. 5-6 മാസം ഇവള് ചാറ്റിംഗ് ഉണ്ടായിരുന്നു. ഇതൊന്നും ഇവൾക്ക് അറിയില്ല. പിന്നീട് ഇവൾക്ക് 3 പെൺകുട്ടികളാണ്. അങ്ങനെ രണ്ടാമത്തെ മോള് ഇവരുടെ ഫോൺ പിടിച്ചപ്പോഴാണ് ഇവരുടെ ചാറ്റിംഗ് ഫുള്ള് ലിസ്റ്റ് കിട്ടുന്നത്. അങ്ങനെ അളിയനായിട്ട് സംസാരിച്ച് അളിയൻ പറഞ്ഞു അങ്ങനെ ഈ പെൺകുട്ടീനെ ഭയങ്കരമായിട്ട് റൂമിലിട്ട് അടയ്ക്കലും തല്ലലും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൊതുവേ ഇതെല്ലാ പ്രശ്നങ്ങളും എല്ലാ കുടുംബത്തിലും അറിഞ്ഞു. അങ്ങനെ ആ പെൺകുട്ടീനെ ഒരിക്കൽ ഞങ്ങൾ ഒന്നാമതിൽ ഇക്കുള്ള ടൈമിൽ തന്നെ നാട്ടിലിരിക്കുമ്പോൾ തന്നെ ഈ പെൺകുട്ടീനെ രണ്ടാമത്തെ ഏട്ടൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിരിക്കുന്നു കണ്ടു. അപ്പം ഞാൻ ആ താത്താൻ്റെ അടുത്ത് ചോദിച്ചു എന്താ സംഭവം, ക്ലാസ്സുള്ള ടൈമിൽ ഇവളെന്താ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഷാജി ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് അവളുടെ മനസ്സ് മാറാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിട്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ മൂത്തൊരു താത്താൻ്റെ മകളുടെ കല്യാണം ഉണ്ടായിരുന്നു. അങ്ങനെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരാഴ്ച മുന്നേ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയ ടൈമിൽ ഈ പെൺകുട്ടി എന്നോട് പറഞ്ഞു അമ്മായിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മുകളിൽ പോയി ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ ഈ പെൺകുട്ടി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. ഞാൻ ഇന്ന അയാളായിട്ട് സ്നേഹിച്ചിരിക്കുകയാണ്, ഉമ്മ സമ്മതിക്കണില്ല, ഉപ്പ സമ്മതിക്കണില്ല, ഭയങ്കര പ്രശ്നമാണ്, എന്താ ചെയ്യാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവൾക്ക് 18 വയസ്സ് തികയാൻ എന്തോ ഒരു ഡേറ്റ്, കുറച്ച് മാസങ്ങൾ എന്തോ ഉണ്ട്, ഈ മാസം കഴിഞ്ഞാൽ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ ഈ കുട്ടി പറഞ്ഞു. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇവർ തീരുമാനിച്ചത് ഒളിച്ചോടാനുള്ള തീരുമാനമായിരിക്കും, രജിസ്റ്റർ വിവാഹം അങ്ങനെയായിരിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ കുട്ടി വല്ല ആത്മഹത്യക്കുള്ള ശ്രമമായിരിക്കും. അപ്പം ഞാൻ അവളോട് പറഞ്ഞു വീട്ടുകാരോട് സമ്മതിപ്പിക്കുക പറഞ്ഞിട്ട്, അമ്മായിക്ക് അറിയില്ല ഞങ്ങൾ. അപ്പോൾ ഇവരെല്ലാ ഭാഗത്തും എറണാകുളം ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഈ കുട്ടി കോളേജിൽ വരുന്ന ടൈമിൽ ഇവൻ വന്ന് വിളിച്ചിട്ട് പോലും കറങ്ങലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവരുടെ പാലക്കാട് വെച്ചിട്ട് ഇവർ രണ്ടാളും കൂടി ഓട്ടോറിക്ഷയിൽ ഇരിക്കും. പിന്നെ ഓട്ടോ ഡ്രൈവറൊക്കെയാണ്, ഓട്ടോ കാർ ഇങ്ങനത്തെ ഡ്രൈവറാണ്. അപ്പോൾ ഈ കുട്ടീനെയും ഇവനെയും കൂടി കണ്ടിട്ട് പിടിച്ചു, പോലീസുകാർ പിടിച്ചു. എന്താണ് ഇവിടെ എന്ന് ചോദിച്ചു. അങ്ങനെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇവൻ്റെ വീട്ടിലത്തെ ആൾക്കാർ രാഷ്ട്രീയക്കാരൊക്കെ കൂടിയിട്ടാണ് ഇവരെ ഇറക്കിയത്. അങ്ങനെ 2-3 പ്രാവശ്യം ഇവനെ പിടിച്ചിട്ടുണ്ട്. അപ്പം ഇവളുടെ മകളാണ് പിഴ, ഞാനാണോ പിഴ? ഇവളുടെ മകളാണ് ഇങ്ങനെ കറങ്ങിയതും ബാക്കിയുള്ളതും അവനായിട്ട് കറങ്ങിയതൊക്കെ. എന്നിട്ട് ഇവള് ഇതറിഞ്ഞിട്ടും ഇവനെ പിടിച്ച് കെട്ടിക്കില്ല എന്ന് പറഞ്ഞു. കാരണം കൊട്ടക്കുന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്, ആ സ്ഥലം അവൾക്ക് ഇഷ്ടമല്ല. പിന്നെ ആ ചെക്കൻ്റെ ബാക്ക്ഗ്രൗണ്ടൊന്നും അവർക്ക് ഇതല്ല എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിപ്പിക്കില്ല എന്നുള്ളൊരു വാശിയിലായിരുന്നു ഇവള്. ഈ ഒരു വോയിസിൽ ഷാജിദ പറയുന്ന ഒരു കാര്യം ഒരിക്കലും എന്താ പറയുക ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. സാധാരണ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ ഇല്ലാതെ ഒതുങ്ങി ജീവിക്കുന്ന ഒരു പെൺകുട്ടി, അപ്പം തൻ്റെ മേലെ ആ ഒരു പെൺകുട്ടിയുടെ ഉമ്മ ഒരു അപരാധം പറഞ്ഞുണ്ടാക്കി എന്ന് കരുതിയിട്ട് ആ ഒരു പെൺകുട്ടിയെ ഇതിലേക്ക് വലിച്ചേർക്കേണ്ട ഒരാവശ്യവുമില്ലായിരുന്നു. അപ്പം നിങ്ങളോട് അവർ ചെയ്തത് എന്താ പറയുക, അവർ പറയുന്നു നിങ്ങൾ ഗർഭിണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ ആക്ഷേപിച്ചു എന്ന് ഷാജിദ പറയുന്നു. അപ്പം നിങ്ങൾ അവർക്കുള്ള ഒരു മറുപടി കൊടുക്കുക, അല്ലെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കുക. എന്നെ പറ്റിയിട്ട് ഒരാൾ മോശമായി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിനെതിരെ ധൈര്യമായിട്ട് കേസ് കൊടുക്കുക. അതിനുള്ള പ്രൂഫും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. അതായിരുന്നു നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ നിങ്ങൾ ആ ഒരു സ്ത്രീയുടെ കുട്ടിയെ ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയയിൽ വലിച്ചിടരുതായിരുന്നു എന്ന് എനിക്ക് തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. ആ ഒരു കുട്ടി ഇതിലേക്കൊന്നും വരുന്നില്ല, അവരെവിടെയോ ഒതുങ്ങി ജീവിക്കുകയാണ്. ആ ഒരു കുട്ടിയെ പറ്റി നമുക്ക് ആർക്കും തന്നെ അറിയില്ല. ഇപ്പോൾ ആ ഒരു കുട്ടിയെ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ഇൻ്റർവ്യൂ എത്രയോ കണക്കിന് ആളുകൾ കാണുന്നതാണ്, എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നത്. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 3 ലക്ഷത്തിന് മുകളിൽ അത് പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയും എത്ര ആളുകൾ ആ ഒരു വീഡിയോ കാണും? അപ്പോൾ ആ ഒരു കുട്ടിയുടെ ഭാവി എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഇത്രയും ആളുകൾ അറിയുകയാണ്. അവർ സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്ത ആളുകളാണ്, ഉള്ള ആളുകളാണ്, അല്ലെങ്കിൽ എല്ലാവരുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ അവർക്കിതൊരു പ്രശ്നമേ ആയിരിക്കില്ല. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ഒരാൾ, ഇതൊന്നും ഇല്ലാതെ ഒതുങ്ങി കൂടി ജീവിക്കുന്ന ആ ഒരു കുട്ടിയെ ഇതിലേക്ക് വലിച്ചിട്ടത് ഒട്ടും ശരിയായില്ല. നിങ്ങൾ അവരുടെ ഉമ്മ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനായിട്ടുള്ള ഒരു മറുപടി അവർക്ക് കൊടുക്കണമായിരുന്നു. അവരുടെ കുട്ടിയെ ഒരിക്കലും ഇതിൽ കൊടുന്ന കുട്ടിയാണ് ഇങ്ങനെ കറങ്ങിയിട്ടുള്ളത് കല്യാണത്തിന് മുന്നേ, അല്ലെങ്കിൽ ആ കുട്ടിയല്ലേ മഹാപേഴ എന്നൊക്കെ പറയുന്ന രീതിയിലായി നിങ്ങളുടെ ഒരു സംസാരം. നിങ്ങൾക്കെതിരെ അവരെങ്ങനെയാണോ ഒരു നാണയം പ്രയോഗിച്ചത് അതേ നാണയത്തിൽ തന്നെ നിങ്ങൾ തിരിച്ചടിച്ച ഒരു രീതിയായി. അപ്പം നിങ്ങളും അവരും തമ്മിൽ ഒരു വ്യത്യാസമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു പ്രൂഫ് ഇല്ലാതെ ഒരു കാര്യം പറഞ്ഞു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരൊരു കാര്യം പറഞ്ഞു, അപ്പോൾ ആ ഒരു നാണയത്തിൽ അവരെ എങ്ങനെയാണോ വേദനിപ്പിക്കേണ്ടത് അതേ രീതിയിൽ തന്നെ നിങ്ങളും അവരെ വേദനിപ്പിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താ പറയുക, അതിനെതിരെ ഒരു വിഷമമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള നടപടി എടുക്കണമായിരുന്നു. ആ ഒരു കുട്ടിയെ ഒരിക്കലും ഇതിൽ വലിച്ചഴിച്ചത് എനിക്ക് ശരിയായിട്ട് തോന്നിയില്ല. ഈ ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറയുന്ന ഒരു കാര്യമായി ഇൻ്റർവ്യൂ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഇൻ്റർവ്യൂ കണ്ടു നോക്കുക. കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അവർ പറയുന്നത്, അല്ലെങ്കിൽ
എത്രത്തോളം അതിൽ സത്യമുണ്ട് എന്ന് പിന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുമ്പോൾ ഇവർ നല്ല സ്നേഹത്തിലായിരുന്നു. ഷാജിദയും ഭർത്താവും മരണം വരെ ആ ഒരു ടൈം വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. വളരെ സന്തോഷമായിട്ടുള്ള ഇതിൽ തന്നെയാണ് ജീവിച്ചു പോയിരുന്നത്. അപ്പോൾ വളരെ സന്തോഷമായിട്ട് ജീവിക്കുമെന്ന് പറയുമ്പോൾ ഇവർ തമ്മിൽ അത്രയും സ്നേഹമായിരിക്കും അല്ലേ. അപ്പോൾ അത്രയും സ്നേഹമുള്ള ആളുകൾ എന്താ പറയുക, നമ്മുടെ ഭർത്താവ് മരിച്ച് വേറെ കല്യാണം കഴിക്കുന്നത് ഒന്നും തെറ്റല്ല കേട്ടോ. പക്ഷേ ഒരു 6 മാസം ആകുമ്പോഴേക്കും നമ്മൾ ആ ഒരു ഭർത്താവിനെ മറന്നിട്ട് മറ്റൊരാളിൽ റിലേഷൻ ആവുക എന്ന് പറയുന്നത് എത്രത്തോണ്ട് എന്താ പറയുക പോസിബിളാണ് എന്നല്ല, നമുക്ക് എത്രത്തോണ്ട് അതിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ അത്രയും ജീവനത്തിൽ സ്നേഹിച്ച ഒരാൾ, അല്ലെങ്കിൽ 10-16 വർഷത്തോളം നമ്മളെ കൂടെ ജീവിച്ച ഒരാൾ, നമ്മുടെ 5 കുട്ടികളുടെ ഉപ്പ, അവർ ഒരു നാൾ പോയിട്ട് ഒരു 6 മാസം കൊണ്ട് അവരെ മറന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് പോകുക എന്നൊക്കെ പറയുമ്പോൾ അതെത്രമാത്രം എന്താ പറയുക വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ന് പറയാൻ പറ്റില്ല. എല്ലാവർക്കും അങ്ങനെ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറ്റില്ല. ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് മറക്കാൻ പറ്റാതെ, നമ്മുടെ വിട്ടുപോയ പാർട്ട്ണറെ മറക്കാൻ പറ്റാതെ ജീവിക്കുന്ന ഒരുപാട് ആളുകളെ എനിക്കും അറിയാം. അപ്പോൾ അത് നമ്മൾ 6 മാസം കൊണ്ട് തന്നെ എൻ്റെ പാർട്ട്ണറെ ഞാൻ മറന്ന് മറ്റൊരാളെ ഞാൻ കണ്ടെത്തി, അല്ലെങ്കിൽ എൻ്റെ എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും പറയാൻ ഞാൻ മറ്റൊരാളെ കണ്ടെത്തി എന്ന് ഷാജിദ ഇതിൽ പറയുന്നുണ്ട്. അതും 6 മാസം കൊണ്ട് തന്നെയാണെന്ന് അവർ പറയുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടതാണ്, പിന്നെ അങ്ങനെ ഫോമിലും കാര്യങ്ങളൊക്കെ തുടങ്ങി, പിന്നീട് ഇഷ്ടത്തിലായി എന്ന് പറയുന്നുണ്ട്. അതും ഒരു 6 മാസത്തെ ഗ്യാപ്പിൽ. അതാണ് സത്യം പറഞ്ഞാൽ ആളുകൾക്ക് വിശ്വസിക്കാനും പറ്റാത്തത്. ഒരു 6 മാസം കൊണ്ട് ഇത്രയും സ്നേഹിച്ച ഒരാളെ എങ്ങനെ മറക്കാൻ കഴിയും? അവർ തന്നെ സത്യം പറഞ്ഞ ഈ ഒരു ഇൻ്റർവ്യൂയിലൂടെ തനിക്കുള്ള ഒരു കുഴി വെട്ടി, അല്ലെങ്കിൽ കുറച്ച് ആളുകളെങ്കിലും തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടും തന്നെ ഇഷ്ടമില്ലാതാക്കിച്ച് എന്ന് വേണം പറയാൻ. അതിൽ കമൻസ്, ഈ ഒരു ഇൻ്റർവ്യൂക്ക് താഴെ ഒരുപാട് കമൻസ് ഉണ്ട്. ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉള്ള കമൻസ് കുറച്ചെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ പൂർണ്ണമായിട്ട് മനസ്സിലായി ആരാണ് കള്ളം പറയുന്നത്, അല്ലെങ്കിൽ ആരാണ് സത്യം പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്യാൻ പോവുകയാണ്, ഇത്രയും നാൾ വിശ്വസിച്ച് ഇനി വിശ്വസിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ഓരോ ഇൻ്റർവ്യൂവിൽ വീണ്ടും പോയിരുന്ന് നിങ്ങൾക്കുള്ള കുഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് എനിക്കും തോന്നിയിട്ടുള്ളത് ഇവരുടെ ആ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ.